ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിക്കണം. പിന്നെ നമുക്ക് വരുന്ന ചോദ്യം എന്ന് വെച്ചാൽ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, ഏത് സ്തോത്രം വേണം, ഏത് പാട്ട് പാടണം, ഏത് പൂജാ രീതിയാണ് നമ്മൾ അനുസരിക്കേണ്ടത്. അങ്ങനെ ഒന്നുമില്ല, നമ്മൾ മനസ്സിൽ തന്നെ പ്രാർത്ഥിച്ചാലും മതി. പിന്നെ പ്രാർത്ഥന ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല. ഇന്ന് എനിക്ക് വയ്യ, അല്ലെങ്കിൽ ഞാൻ കുളിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ കുരുമുളക് കഴിച്ചു, അല്ലെങ്കിൽ എനിക്ക് പീരിയഡ്സ് ആണ്, ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥന ഒഴിവാക്കാൻ പാടില്ല. ദിവസം പ്രാർത്ഥിക്കണം. കാരണം ഭഗവാനെ അറിയാം, മനുഷ്യനാണെങ്കിൽ മനസ്സുണ്ടാവും, മനസ്സുണ്ടായെങ്കിൽ ആഗ്രഹങ്ങളുണ്ടാവും, ശരീരത്തിൽ അതിൻ്റെതായ സ്വഭാവം അതുകൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ട് പ്രാർത്ഥന ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല. ദിവസം പ്രാർത്ഥിക്കണം.